സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റാണ്, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പരിപാടികളായിട്ടോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡ് കഴിക്കുന്നു, പിള്ളേരുടെ കാര്യം നോക്കുന്നു, വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കുന്നു, വീണ്ടും ഉച്ചത്തെ ഫുഡ് കഴിക്കുന്നു, പിന്നെ എവിടെയെങ്കിലും കറങ്ങാൻ പോകാനുണ്ടെങ്കിൽ അതുണ്ട്, തിരിച്ചു വരുന്നു, വീണ്ടും ഫുഡ് കഴിക്കുന്നു, രാത്രിയാവുന്നു, കിടന്നുറങ്ങുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. കാരണം ഇവിടെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്കങ്ങനെ വലിയ മാരക പണികളൊന്നുമില്ല. ബോനി ആരോനെ നോക്കണം, പിന്നെ എൻ്റെ വീട്ടിൽ വേറൊരു ഡോഗുണ്ട്, റോട്ടുണ്ട്, റോക്കി, അവൻ്റെ കാര്യം നോക്കണം, പിന്നെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. കാരണം ഇവിടെ എൻ്റെ വീട്ടിലായതുകൊണ്ട്. അപ്പം എൻ്റെ വീട്ടിലത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കാലിക്കറ്റ് ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഞാൻ എവിടെയാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് എൻ്റെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചത് ബോനി ആരോനെയും വോക്കിന് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ബോ എൻ്റെ ചേട്ടൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ള് മെസ്സിയിട്ടായിരിക്കും വീടുണ്ടാവുക. കുറേ കല്ലും മണ്ണും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും നമുക്ക് നോക്കാം. വാടാ, ആരോ വാ. തുറന്ന് വിട്ടപ്പോഴത്തേക്കും മറ്റേ ബോയ്ക്ക് മറ്റേ സൂമി ബോ വെള്ളം തരാം. മെല്ലെ. ഇവിടെ എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ഇവരെ ഓഫ് ലീഷാണ് ഇടാറ്. കാരണം തീരെ ഇവർക്ക് എന്താ പറയുക, ഒരു കാര്യത്തിന് ഇവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ല. അവിടെ ഫ്ലാറ്റിലൊക്കെ ആവുമ്പോൾ ഫ്ലാറ്റ് കയറി കഴിഞ്ഞാലും പിന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ ഫുള്ള് ലീഷിലിട്ടിട്ടായിരിക്കും ഇവരെ നമ്മൾ നിർത്തുക. പക്ഷെ ഇവിടെ വരുമ്പോൾ ഫുൾ ഓഫ് ലീഷ് ആയിരിക്കും. ഇങ്ങനെ ഫുള്ള് ഓടിച്ചാടി മണ്ണിലെല്ലാം എന്താ പറയുക കിടന്നുരുണ്ട് ഫുള്ള് ഡേർട്ടി ആൻഡ് നോട്ടി ബോയ്സ് ആയിട്ടായിരിക്കും ഇവരിവിടെ എൻ്റെ വീട്ടിൽ. കാരണം വീട്ടിൽ വരുമ്പോഴാണല്ലോ ഇവർക്ക് അതിനുള്ളൊരു ഫ്രീഡം ഉള്ളത്. ഇപ്പോൾ ചേട്ടൻ്റെ വീട് പണി ഉള്ളതുകൊണ്ട് ആ ഏരിയയിലേക്ക് പോകാനൊന്നും പറ്റില്ല. പക്ഷെ എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ആരോ പോയിട്ട് പണിക്കാർ കറക്റ്റ് പണിയെടുക്കുന്നുണ്ടോ, കല്ലെടുക്കുന്നുണ്ടോ, സിമെൻറ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യൽ ആരോൻ്റെ പണിയാണ്. പിന്നെ ഇതിലിങ്ങനെ ഓടിച്ചാടി നടക്കും. പിന്നെ എൻ്റെ വീട്ടിൽ ഒരു ഡോഗും കൂടിയുണ്ട്, റോക്കി. എൻ്റെ ഡാഡിയുടെ പെറ്റാണ്, റോട്ട് വീലറാണ്. അവനങ്ങനെ എപ്പോഴും തുറന്നു വിടത്തില്ല. കാരണം പണിക്കാരുള്ളതുകൊണ്ട് അവനങ്ങനെ തുറന്നു വിടുന്നത് കുറച്ച് റിസ്ക്കാണ്. പക്ഷെ ജോലിക്കാരൊക്കെ പോയി കഴിഞ്ഞ് ഗേറ്റ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ തുറന്നു വിടും. പക്ഷെ 3 പേരെയും കൂടി ഒരുമിച്ച് ഇവിടെ തുറന്നു വിടാൻ ഇപ്പോൾ പറ്റത്തില്ല. കാരണം കുറേ പണിയുടെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഓടി നടക്കാനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പോൾ ഷിഫ്റ്റാണ്. ഫസ്റ്റ് ബോഡി ആരോടി ഷിഫ്റ്റാണ്. അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലാണ് പിന്നെ റോക്കീനെ തുറന്നു വിടുക. റോക്കീനെ ഞാൻ കാണിച്ചു തരാം. അവനിപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിലാണ്. റോക്കി ബോയ് ആയിട്ട് അത്യാവശ്യം നല്ല കൂട്ടാട്ടോ. അവർ ഒന്നിച്ച് പുറത്തിറങ്ങിയാലൊക്കെ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അവരുടെ ടോയൊക്കെ ഷെയർ ചെയ്യും. ടോയ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ബോളാണ്, അതൊക്കെ ഷെയർ ചെയ്യും. പക്ഷേ ആരോ ആയിട്ട് അത്ര വലിയ കൂട്ടൊന്നുമല്ല. ആരോനെ വലിയ ഇഷ്ടമൊന്നുമില്ല റോക്കിക്ക്.
പിന്നെ ഇവരിവിടെ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഫുൾ ടൈം ഇത് കൂടെ ഓടിച്ചാടി നടക്കുകയാണ് ചെയ്യാറ്. ഫുൾ ഓഫ് ലീഷാണ്, 24 hours ഓഫ് ലീഷ് തന്നെയായിരിക്കും. പിന്നെ ഇവർക്ക് ക്ഷീണം വരുമ്പോഴല്ലേ ഓടി കുറേ തളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ കിടന്നുറങ്ങും, ചിലപ്പോൾ ഈ എന്താ പറയുക ബാൽക്കണി കോലായി എന്നാണ് ഞങ്ങൾ പറയാം, ഈ കോലായിൽ കിടന്നുറങ്ങും. പിന്നെ അപ്പുറത്ത് ഞാൻ ചെറിയൊരു കൂട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഡോർ ഫുൾ ടൈം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. അപ്പം ഇടയ്ക്ക് പോയി അതിൻ്റെ അകത്ത് കിടന്നുറങ്ങും. ആരോ ആണെങ്കിലും പിന്നെ ആരെങ്കിലും ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ വരുമ്പം പെട്ടെന്ന് ഞാൻ അവരെ ആ കൂട്ടിലാക്കുക ചെയ്യാറ്. കാരണം അകത്തേക്ക് കൊണ്ടുപോകുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഇവരെവിടെയാണെന്ന് എനിക്ക് അറിയത്തുണ്ടാവില്ല, വിളിച്ച് അകത്ത് കൊണ്ടുപോകുന്നതിലും വേഗം ഞാൻ ആ കൂട്ട് കയറ്റി അവരെ അതിൻ്റെ അകത്താക്കും, സേഫാക്കി വെക്കും. പക്ഷെ എന്നാലും അടിപൊളിയാണ്. കാരണം ഇവർക്ക് ഇവിടെ വരുന്നതാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഇവർക്ക് ഒരു വെക്കേഷൻ മോഡ് പോലെയാണ് എൻ്റെ വീട്ടിൽ വരുന്നത്. കാരണം ഫുൾ ടൈം ഓഫ് ലീഷ് ആയിരിക്കും, ഫുള്ളിങ്ങനെ എന്താ പറയുക കറങ്ങി നടക്കാം. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കളിക്കും, ഞാനും അജയും ഈ ഒരേ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ക്യാച്ചും ക്രിക്കറ്റും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ബോയ് ആരോ ആയിട്ടൊക്കെ കളിക്കാറുണ്ട്. അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എന്നാൽ പിന്നെ നമുക്ക് അകത്ത് കയറാം. നിങ്ങൾ അകത്ത് കയറിയിട്ട് വേണം റോക്കിയുടെ ഡാഡിക്ക് പുറത്തിറക്കാൻ. എന്താണ് എന്തൊക്കെയോ എടുത്ത് തിന്നുന്നുണ്ട്. ആരോന്റെ ഒക്കെ കോലം കണ്ടോ? റോ ലൈഫാണ് ആരോയ്ക്കൊക്കെ. ആരോയൊക്കെ വെള്ളം കണ്ടിട്ട് ദിവസങ്ങളായിന്ന് എനിക്ക് തോന്നുന്നു. കുളിപ്പിക്കണം ഇനി. അവിടെ കുറച്ച് മണ്ണുണ്ട്, മറ്റേ വീട് പണിയുടെ ഒക്കെ കുറച്ച് മണ്ണെല്ലാം കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പോവുക, ഉരുണ്ട് പറഞ്ഞ് താഴത്തേക്ക് വീഴുക, അതിൻ്റെ മുകളിൽ പോവുക, ഉരുണ്ട് നേരെ താഴത്തേക്ക് വീഴുക. ഇതാണ് ആരോൻ്റെ മെയിൻ ആക്ടിവിറ്റി. ഈ കോലം കണ്ടോ? ആരോ ഇത്ര ഡേർട്ടി ആയിട്ട് നിങ്ങൾ ആരോനെ ഇതിൻ്റെ മുന്നേ കണ്ടിട്ടുണ്ടാവുക. ഞാനെല്ലാം പറഞ്ഞു കൊടുക്കും, എല്ലാം ഞാൻ പറയും, അധികം പറയേണ്ടതാണ്. ബോനി പാക്ക്, എല്ലാരും പാക്ക്. ഇനി നിങ്ങൾ രണ്ടുപേരും പോയേ. റോക്കി ഇവിടെ എഴുന്നേറ്റിട്ടുണ്ട്. റോക്കി എല്ലാം കൂടെ ഗുഡ് മോർണിംഗ് പറയാൻ പോവാണ്. റോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ്. ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കണം. ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവരെ കുറച്ചു നേരം മാറ്റി നിർത്തണം, എന്നാലേ ഡാഡിക്ക് റോക്കിനെ ഇറക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താ മമ്മി ഉണ്ടാക്കിയെന്നുള്ളത് പോയി നോക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാര്യത്തിലേക്കൊക്കെ പോവാം. ആരോ കൂടെ എന്താണ് നിന്റെ കോലം? ഇതെൻ്റെ ചേട്ടൻ്റെ പെറ്റ്സ് ആണ്. ഞങ്ങൾക്ക് ഇവിടെ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെറ്റ്സ് ആണ്. ഇതെൻ്റെ ചേട്ടൻ്റെ പെറ്റ്സ്, ബോയും ആരോയും എൻ്റെ പെറ്റ്സ്. വീടിൻ്റെ പണിയുടെ സൗണ്ട് ഉണ്ടാവും, നിങ്ങൾ അതൊന്ന് ഇഗ്നോർ ചെയ്താൽ മതി. ഓക്കെ, ഇത് എൻ്റെ ചേട്ടൻ്റെ പെറ്റ്സ്, ബോയും ആരോയും എൻ്റെ പെറ്റ്സ്. എൻ്റെ ഡാഡിയുടെ പെറ്റാണ് റോക്കി. പിന്നെ എൻ്റെ മമ്മിക്കും പെറ്റ്സ് ഉണ്ട്, പക്ഷേ ഞങ്ങളുണ്ട്. അതേപോലെ തന്നെ മമ്മിക്ക് ഒരു ചെറിയ കൂട്ടിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. മമ്മിക്ക് കോഴിക്കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് മമ്മിയുടെ പെറ്റ്സ്. അങ്ങനെ ഇവിടെ എല്ലാവർക്കും പെറ്റ്സ് ഉണ്ട്. ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ചേട്ടൻ തന്നെയാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇടപെടാറില്ല. ഹലോ ഇവർ കപ്പിളാന്നാണ് അവൻ പറഞ്ഞത്. ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാന്നാണ് അവൻ പറഞ്ഞത്. ഹലോ ഞാനിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പപ്പടും കടലക്കറിയാണ്. അപ്പം ഞാൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ ഫുഡ് കഴിക്കാനാട്ടോ കൂടുതലും ഇഷ്ടം. എനിക്ക് മറ്റേ ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിലും ഫൈബർ പ്ലേറ്റ് ആണെങ്കിലും എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റീൽ പ്ലേറ്റിൽ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് അതേപോലെ എല്ലാം ഇങ്ങനെ ഒന്നിച്ച് ഒരു പ്ലേറ്റിലിട്ടിട്ട് കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പം ചോറാണെങ്കിലും ഇപ്പം അതേപോലെ ഇപ്പോൾ ബിരിയാണി ആണെങ്കിലും എന്ത് കഴിക്കുകയാണെങ്കിലും എല്ലാം കൂടി ഒരു പ്ലേറ്റിൻ്റെ അകത്ത് സെർവ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം. എൻ്റെ ഫേവററ്റ് ശരിക്കും പുട്ടിൻ്റെ കൂടെ മീൻകറിയാണ്. അതും ചട്ടിയിൽ ഉണ്ടാക്കിയ മീൻകറി, തലേന്നൊക്കെ വെച്ച മീൻകറി ഉണ്ടാവില്ലേ,
അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം പുട്ടിൻ്റെ കൂടെ. പക്ഷെ ഇപ്പം മീൻകറി ഇല്ല, അതുകൊണ്ട് കടലക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇന്നത്തെ എൻ്റെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ക്ലീൻ ചെയ്യലാണ്. യൂഷ്വലി ഞാനല്ല ക്ലീൻ ചെയ്യാറ്, പക്ഷെ ഇന്നിപ്പോൾ മമ്മിക്ക് പുറത്ത് എവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വീടൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ചേട്ടൻ പിന്നെ നേര് മൂവിക്ക് ടിക്കറ്റ് നോക്കുന്നുണ്ട്. ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് രാത്രി മൂവി കാണാൻ പോകും. പിന്നെ അങ്ങനെ വലിയ പരിപാടികളൊന്നുമില്ല ഇവിടെ. എൻ്റെ വീട്ടിൽ വരുമ്പോൾ ശരിക്കും എനിക്കങ്ങനെ വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വലിയ അങ്ങനെ മാരക പണികളൊന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരിതാണ്. അവിടെ ബാംഗ്ലൂർ ഫ്ലാറ്റിലാകുമ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതാണെങ്കിലും ശരി, ക്ലീനിങ് ആണെങ്കിലും എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഇവിടെ പിന്നെ മമ്മിയൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കും, ചുമ്മാ ഫോണൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ, അവരിപ്പോൾ വോക്കിനെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യും, റോക്കിയൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് ഭയങ്കര ഇങ്ങനെ കിതപ്പുള്ളത് കൊണ്ട് അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കുള്ളൂ, ഒരു എന്തായാലും 1 hour കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പ്ലേറ്റെല്ലാം കൊണ്ടുപോയി കഴുകിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇവിടെ വരുമ്പം ഇവരുടെ ഫുഡ്. വേറെ ഒന്നുമല്ല, ഇവിടെ വരുമ്പോൾ അവർക്ക് റെഡ് മീറ്റാണ് ഞാൻ കൊടുക്കുക, ബീഫാണ് കൊടുക്കാറ്. കാരണം കാലിക്കറ്റ് എനിക്കിവിടെ ബീഫ് ഭയങ്കര ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ബാംഗ്ലൂർ എനിക്ക് അങ്ങനെ കിട്ടത്തില്ല. ബോൻ്റെ ഫേവററ്റ് ആണ് ബീഫ്. ബീഫിൻ്റെ ബീന്ന് കേട്ടാൽ മതി, അപ്പോഴത്തേക്കും ബോയ്ക്ക് അങ്ങ് ഭയങ്കരമായിട്ട് വായന്നൊരു കുടുകുടാന്ന് വെള്ളം വരും. ഇത് മീറ്റും ഉണ്ട്, പിന്നെ ഇത് നെയ്യാണ്, ബീഫിൻ്റെ നെയ്യ്, പിന്നെ റൈസ്. ഡോഗ് ഫുഡോ അങ്ങനെ ഒരു കാര്യം കൊടുക്കത്തില്ല. ഇതാണ് അവൻ്റെ മെയിൻ ഫുഡ്. ഇവിടെ വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുക, അതുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് അവിടെ പോയി ഇരുന്നത് കേട്ടോ. ഇതേട്ടെ ബാക്ക് സ്റ്റേ. ഓക്കെ, മീറ്റ് മുഴുവൻ കഴിച്ചിട്ടേ അവൻ പിന്നെ ചോറ് കഴിക്കത്തുള്ളൂ. മീറ്റാണ് കൂടുതലും ഇഷ്ടം. പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴത്തേ ഫുള്ള് കഴിച്ചു കഴിയും. പിന്നെ ഇത് എൻ്റെ മമ്മിയുടെ വേറൊരു പെറ്റാണ്. കാരണം എൻ്റെ മമ്മിക്ക് കോഴിക്കുഞ്ഞുങ്ങൾ മാതിരി തന്നെ ഗാർഡനിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ജാതിക്കയാണ്. ഈ വീട് വെക്കുന്നതിൻ്റെ മുന്നേ ഈ പറമ്പിൽ മൊത്തം ജാതിമരം, അതേപോലെ വാഴ, അങ്ങനെ കുറച്ച് ചെറിയ ചെടികളൊക്കെ ആയിട്ട് കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ്. അതിനെക്കുറിച്ച് നല്ല നോളജും ഉണ്ട്. കാരണം വിത്തുകളൊക്കെ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ വിത്തുകളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് കറക്റ്റായിട്ട് അത് പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുനടക്കുമായിരുന്നു. വീട് വന്നപ്പോഴത്തേക്കും പിന്നെ അതെല്ലാം പോയി. മമ്മിക്ക് ഭയങ്കര വിഷമമായിരുന്നു ചെടികളൊക്കെ പോയ സമയത്ത്. പക്ഷെ വീടും ഭയങ്കര പ്രയോറിറ്റി ആയിട്ടുള്ള കാര്യമാണല്ലോ. അങ്ങനെ ലാസ്റ്റ് അവശേഷിച്ച് 2 ജാതിമരം, ഒന്ന് ഇതും ഒന്ന് അതും. ഈ മരം മുറിക്കേണ്ടി വരുമെന്ന് മമ്മിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇതിപ്പം കായ്ക്കുന്ന ടൈമാണ്. ഇത് കുറച്ചുകൂടി കഴിയുമ്പം ഇതിങ്ങനെ വിണ്ട് കീറും, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സാധനം ഇങ്ങനെ നിലത്തേക്ക് വീഴും. മറ്റേ ജാതിപത്രി എന്നാണ് അതിന് പറയുക. ജാതിപത്രി, ഒരു റെഡ് കളറ്. എനിക്ക് തോന്നുന്നു ഞാൻ +1 +2 ആ ടൈമിൽ പഠിക്കുന്ന സമയത്താണ് ഇതിൻ്റെ മുകളിലത്തെ ആ ജാതിപത്രി ആ സാധനമുണ്ട്, ആ റെഡ് കളറും പിന്നെ ഒരു കോഫിയുടെ കളറിലുള്ള ഒരു സീഡും ഉണ്ട്. അത് രണ്ടും കൂടെ മമ്മി വലിയങ്ങാടിയിലോ പാളയത്ത് അവിടെ എവിടെയോ കൊണ്ടുപോയി സെല്ല് ചെയ്തിട്ട് എനിക്ക് ആ ടൈമിലൊക്കെ നമുക്ക് നെറ്റ് വേണമെങ്കിൽ മറ്റേ ഡോങ്കിളല്ലേ കണക്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ എനിക്ക് മേടിച്ച് തന്നത് മമ്മി ഇത് വിറ്റിട്ടുള്ള പൈസയൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലായത് ആ ടൈമിൽ തന്നെ ഇത് വിറ്റപ്പം അറൗണ്ട് ഏകദേശം ഒരു 1500-2000 അത്ര കിട്ടിയിട്ടുണ്ട്. കാരണം ആ റെഡ് കളറ് ജാതിപത്രിക്ക് നല്ല റേറ്റാണ്. അപ്പോൾ ഈ പറമ്പിൽ മൊത്തം ഒരു 6-7 എണ്ണം ഉണ്ടായിരുന്നു. ഒക്കെ ഇതുപോലെ ഇത്ര വലുതായതായിരുന്നു. പക്ഷെ എല്ലാം മുറിക്കേണ്ടി വന്നു. സാധാരണ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പാല് കുടിക്കുന്നതാണ്. പക്ഷെ ഇന്ന് പാലില്ല, പാല് തീർന്നു പോയി.
സോറി ബുബു, സോറി. എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ഞാൻ പോയിട്ട് അപ്പോൾ ആരോൻ്റെ ഫുഡ് എടുത്തിട്ട് വരാം. ആരോയ്ക്കും സെയിം ഫുഡ് തന്നെയാണ്, റൈസും ബീഫും. ഇല്ല പോയ ബോയ്ക്ക് ഭയങ്കര കൊതിയാണ്. ബോയ്ക്ക് ബീഫ് എത്ര കഴിച്ചാലും മതിയാവില്ല. ബോ ശരിക്കും കേരളത്തിലെ ആ ഒരു എന്താ പറയുക, കേരളത്തിലെ ആൾക്കാരുടെ ഒരു വികാരമാണ് പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് മാതിരി ബോയ്ക്കും പൊറോട്ടയും ഭയങ്കര ഇഷ്ടമാണ്. പൊറോട്ടയും ബീഫും ഭയങ്കര ഇഷ്ടമാണ്. ആരോട് ഷെയറാണ്. ആരോ അറിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുകയെന്നറിയില്ല. മതി, പോട്ടെ വണ്ടി പോട്ടെ. ആരേക്ക് കുറച്ച് കൂടി പോയോ? നോ നോ. സൈലൻസ്. പുതിയ ആരോ ചെവി അങ്ങനെ കുടുക്കിയിട്ടില്ലെങ്കിൽ ഫുള്ള് ഫുഡിൻ്റെ മറ്റെന്താ പറയുക എല്ലാം ചെവിയുടെ മുകളിലാകും. പിന്നെ അവൻ അത് നക്കാനുള്ളൊരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. ഇതും എൻ്റെ മമ്മിയുടെ ഗാർഡനിങ്ങിലുള്ള ഒരു പരിപാടിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പുള്ളിക്കാരത്തേക്ക്. മറ്റേ മുളക്, പലതരത്തിലുള്ള മുളകുണ്ട്. കാന്താരി മുളക്, ഉണ്ട മുളക്. ഇത് പഴുത്തത് മമ്മി പറിച്ച് കിച്ചണിൽ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര എരിവാട്ടോ. നമ്മൾ മറ്റേ തേങ്ങാ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഈ മുളകാണ് ഇടാറ്. ഇനി ഇവിടെയൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെടികൾ കുഴിച്ചിടണം എന്നാണ് മമ്മി പറയുന്നത്. ഈ വീട് പണിയുടെ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ആദ്യം ഇവിടെ എല്ലാം ചെടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലും ചെറിയ രീതിയിലുള്ള ഗാർഡനിങ് ഉണ്ടായിരുന്നു. മെയിനായിട്ട് മുളകാണുള്ളത്, പക്ഷെ അതൊക്കെ ഇപ്പോൾ പോയി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വന്നാൽ ഇവർക്ക് ഫുള്ള് റോ ലൈഫാണെന്ന്. നമ്മുടെ ഫ്ലാറ്റിലാകുമ്പം ബോയ്ക്ക് വെയിൽ കൊള്ളണമെങ്കിൽ അവൻ ബാൽക്കണിയിൽ പോയി കിടക്കുക ചെയ്യുക. ദേ ഇവിടെ ദേ ബോബു തെങ്ങിൻ്റെ ചോട്ടിൽ കിടക്കണ്ട. ബോബു തേങ്ങ വീഴട്ടാ. തേങ്ങ വീഴും ബോബു. ആ കിടക്കും. പക്ഷെ അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അവനിങ്ങനെ എന്താ പറയുക മണ്ണിലൊക്കെ കളിച്ച് ഇവിടെയൊക്കെ കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇന്ന് പണിക്കാർ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും തോന്നുന്നു വരിക. അതുകൊണ്ട് ഇന്ന് ലീവാണോ എന്നും അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ഇവിടെയൊക്കെ പണിക്കാർ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആള് ഭയങ്കര എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. എന്താണ് അവരവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ഇത്ര പീസ്ഫുള്ളായിട്ട് കിടക്കത്തൊന്നുമില്ല. ഈ സ്ഥലം മമ്മിയും ഡാഡിയും വാങ്ങിയിട്ട് വീട് വെച്ചതായിരുന്നു. ഒരു 35 ഇയേഴ്സ് ബാക്കാണ് വീട് വെച്ചത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഒന്നും ഇല്ലേന്നു, ചെടികളൊന്നും ഇല്ലേന്നു. ആകെ ഒരു പ്ലാവെങ്ങാനം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മമ്മി പറഞ്ഞ്. ബാക്കിയെല്ലാം മമ്മി കുഴിച്ചിട്ട് വളർത്തിയതാണ്. ആ കാണുന്ന തെങ്ങാണെങ്കിലും അതേപോലെ ആ മാവാണെങ്കിലും ഈ ഈ ചാമ്പയ്ക്കാണെങ്കിലൊക്കെ മമ്മി കുഴിച്ചിട്ടിട്ട് വളർത്തിയാണ്. എനിക്ക് ചാമ്പയ്ക്ക ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ മമ്മിയുടെ തറവാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ വലിയൊരു ചാമ്പന്മാരുണ്ട്. അപ്പോൾ ഞാനതിന് ചാമ്പയ്ക്കൊക്കെ കഴിക്കുന്നതാകുമ്പോൾ മമ്മി അങ്ങനെ കുഴിച്ചിട്ട്, അതായത് വീട് വെക്കുന്ന സമയത്ത് കുഴിച്ചിട്ട കുറേ ചെടികളാണ്. ഈ വീട്ടിലൊരു ഡോഗുണ്ട്, അത് ഇൻഡി ബ്രീഡാണ്. പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് വീട്ടിലും ഒരു ഡോഗുണ്ട്, അത് ഇൻഡി ബ്രീഡാണ്. അവൻ്റെ പേര് റോക്കി. അപ്പുറത്തുള്ളവൻ്റെ അവൻ്റെ പേര് എന്തായിരുന്നു? ബൂബു. പിന്നെ ഇവിടെ ബോ, ആരോ, റോക്കി. 2 റോക്കികളുണ്ടല്ലോ. ഇങ്ങനെ ഇതുപോലെ മണ്ണൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ലോറിയും ഇതൊക്കെ കയറി ഇവിടെ അങ്ങനെ ഇപ്പം ചെടികളൊന്നുമില്ല. പിന്നെ അതേപോലെ മഞ്ഞളുണ്ട്. മഞ്ഞളാണോ ഇഞ്ചിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്താണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞളാണ്. കുറച്ച് ഉള്ളിൽ കാണിച്ചത് മഞ്ഞളാണ് കണ്ടോ. ഇത് മഞ്ഞളാണ്. അങ്ങനെ കുറേ ഇത് മൊത്തം മഞ്ഞളും. ഇത് പിന്നെ കപ്പയാണ്. കഴിഞ്ഞ ദിവസം ഇത് പറിച്ച്, ഇതല്ല ഇതിൻ്റെ വേറെ ഇവിടെ ഉണ്ടായിരുന്നു, അത് പറിച്ചിട്ട് ഞങ്ങൾ കപ്പയും മീൻകറിയും കൂട്ടി ഞാൻ കഴിച്ചിരുന്നു. നല്ല അടിപൊളി കപ്പയാണ്. ഇതാണ് ഫുള്ള് തുളസി. പക്ഷെ ഇതൊക്കെ അങ്ങ് ഇതായിപ്പോയി. വണ്ടികൾ കയറി ഇറങ്ങിയിട്ടൊക്കെ ഇതെല്ലാം കുറച്ചൊക്കെ ഒന്ന് ഡാമേജ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും ഉള്ള സ്ഥലത്ത് മമ്മി എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടും. ഈ വീട് പണിയെല്ലാം കഴിഞ്ഞ് മൊത്തം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മുറ്റെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം മമ്മിക്ക് വീണ്ടും ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യാൻ. ബോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ വരുമ്പോഴേ അവനിങ്ങനെ ഫുൾ ഫ്രീ ആയിട്ട് അവൻ ഇതുപോലെ കളിക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം ബാംഗ്ലൂരാണെങ്കിലും നമ്മളിപ്പോൾ വേറെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും എപ്പോഴും അവൻ ലീഷിലല്ലേ, അവൻ അത്ര ഒരു
ഫുള്ളൊരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു ലൈഫ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവന്. എന്തോ ഒരു മരക്കഷ്ണം ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയേ. അപ്പം ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇവർക്ക് ഫുഡ് കൊടുത്തു, കുറച്ചു നേരം കളിച്ചു, ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഡാഡിക്ക് റോക്കീനെ ഇറക്കണം. റോക്കിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എനിക്ക് ചെറുപ്പം തൊട്ടേ മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കങ്ങനെ സാധാരണ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വേറെ ഓയിൽസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മമ്മി കുറച്ച് മരുന്നുകളൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കാച്ചിയ വെളിച്ചെണ്ണയാണ് എനിക്ക് തരാറ്. ഇപ്പം മരുന്നെന്ന് പറയുമ്പം മെയിനായിട്ട് ചെമ്പരത്തി ഉണ്ടാവും, തുളസി ഉണ്ടാകും, പിന്നെ അതുപോലെ കുറച്ച് നെല്ലിക്ക, പിന്നെ മൈലാഞ്ചി, അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയോ ആയുർവേദ കടയിൽ നിന്ന് 1-2 മെഡിസിൻസ് ഒക്കെ വാങ്ങാറുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതെല്ലാം കൂടെ വെളിച്ചെണ്ണയിലിട്ട് കുറച്ച് തേങ്ങാപ്പാലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കാച്ചിയ വെളിച്ചെണ്ണ എനിക്ക് തരും. ഒരു ഗ്രീൻ കളറാണ് ഒരു ഗ്രീൻ കളറായിരിക്കും അതിൻ്റെ കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇരിക്കും. അപ്പം ഞാൻ അത്യാവശ്യം ഫുള്ള് ഓയിൽ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മിനിമം ഒരു 1 ഹവറെങ്കിലും ഞാനിത് തലയിൽ വെക്കും. അത് കഴിഞ്ഞിട്ട് ഷാമ്പും കണ്ടീഷണർ ഇട്ടിട്ട് ആസ് യൂഷ്വൽ വാഷ് ചെയ്യും. കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനും അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ പണികൾ, വലിയ വലിയ പണികളൊന്നുമില്ല, കുട്ടി കുട്ടി പണികൾ. എൻ്റെ അജയുടെയും കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കണം, വീടൊന്ന് വാക്യൂം ചെയ്യണം, അങ്ങനെ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. പിന്നെ മൂവിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പം മിക്കവാറും ഈവനിങ് ഡിന്നർ പുറത്തായിരിക്കും. അപ്പം ഇനി എൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യട്ടെ. ലഞ്ച് കഴിക്കാൻ പോവാണ്. ചോറ്, ഇത് തക്കാളിക്കറിയാണ്, ഇത് അയില വറുത്തത്, പപ്പടം, ഇത് പയറ് മെഴുക്ക് വരട്ടി, ഇത് പയറും വാഴയ്ക്കും മെഴുക്ക് വരട്ടിയും, ഇത് സോയാബീൻ പൊരിച്ചു. ഇത് രണ്ടും ഇന്നലത്തെയാണ്, ബാക്കിയുള്ളതെല്ലാം ഇന്നുണ്ടാക്കിയതാണ്. അപ്പം ഞാൻ എന്തായാലും ചോറ് കഴിക്കട്ടെ. ഞാൻ ലഞ്ച് എപ്പോഴും എൻ്റെ വീടിൻ്റെ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെ കേട്ടോ കഴിക്കാൻ. ഞാൻ അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അവിടേക്ക് എടുത്തുകൊണ്ട് പോകാറില്ല. എനിക്ക് കിച്ചണിലിരുന്ന് കഴിക്കുന്നത് തന്നെയാണ് ഇഷ്ടം ലഞ്ച്. പിന്നെ ഇവിടെ ഒരു ചെറിയ ടി വി ഉണ്ട്, പഴയ ടി വിയാണ്. അപ്പം അതിലെന്തെങ്കിലും സിനിമയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് കഴിക്കുക. കിച്ചണിൽ തന്നെയാണ് ഞാൻ ലഞ്ച് എപ്പോഴും കഴിക്കുക, ലഞ്ചും ഡിന്നറും. ആകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ അങ്ങോട്ടേക്ക് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കഴിക്കുള്ളൂ. എനിക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കണം കേട്ടോ. അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമെന്നല്ല, എനിക്കത് എന്തോ പോലെ. എനിക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. ഒന്നും കിട്ടിയില്ല ഞാൻ കുറച്ച് പഞ്ചസാരയെങ്കിലും എടുത്ത് കഴിക്കും. അപ്പോൾ ഇപ്പം ഞാൻ പോയി നോക്കിയപ്പം കിച്ചണിൽ ഒന്നുമില്ല. ഗീ കേക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇന്നലെ എടുത്ത് കഴിച്ചു. അപ്പോൾ ചേട്ടൻ മലയ്ക്ക് പോയി വന്നപ്പം അരവണപ്പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കയ്യിൽ കുറച്ചെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് കുറച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അരവണപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അരവണപ്പായസം അതേപോലെ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അപ്പം എല്ലാം എനിക്ക് ഒരുവിധം
പ്രസാദങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മധുരമല്ലേ, ഞാൻ ഭയങ്കര മധുരത്തിൻ്റെ കൊതിച്ചിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറ്റൊക്കെ എടുക്കുമ്പോൾ ഷുഗർ കട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം. Ready? Go fetch Arab. Okay, go sit. Arab, ഇരിക്കോടെ. ഓടിയാ, ഇപ്പുറത്തോ. ഓടിയാ. Go ready? Go fetch. എവിടെ ബോ കറക്റ്റ് കൊണ്ടുത്തരും. ആരോയ്ക്കാണ് കുറച്ച് പ്രശ്നം. ഗുഡ് ബൈ. Time over. നമ്മളിപ്പോൾ മൂവിക്ക് പോവാണ്. നീര് മൂവി കാണാൻ വേണ്ടി പോവാണ്. 9 മണിക്കാണ് ഷോ. കൈരളി ശ്രീയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങി ഡിന്നർ കഴിച്ചിട്ടാണ് നേരെ മൂവി കാണാൻ പോകുന്നത്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സമയമായി. അപ്പം ഞാൻ വേഗം ഓടിപ്പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി വന്നാണ്. അപ്പോൾ നമുക്കിനി നേരെ മൂവി കാണാൻ വേണ്ടി പോവാം. വീട്ടിലെത്തിയപ്പോഴത്തേക്കും 1 മണിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്. അപ്പോൾ ലേറ്റായി, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്.